എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം അടപ്രഥമൻ. അപ്പോൾ പ്രഥമൻ ഇല്ലാതെ എന്ത് സദ്യയല്ലേ. അപ്പോൾ സദ്യയ്ക്ക് ഒഴിച്ചുവിടാനാകാത്ത ഒരു വിഭവമാണ് പ്രഥമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഥമൻ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ അട. ഇത് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലുലുവിൽ നല്ല അട കിട്ടും. നിങ്ങൾ ആ കമ്പനി ശ്രദ്ധിച്ച് നോക്കുക. FAIR എന്ന് പറഞ്ഞാൽ ഫെയറിൻ്റെ അടയാണ് നിങ്ങൾ വാങ്ങുക. നല്ല അടയാണ്. ഒട്ടും നല്ല വെന്ത് കുഴഞ്ഞ അളിയോ ഒന്നും ചെയ്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുന്ന നല്ലൊരു കമ്പനിയാണ് കേട്ടോ ഫെയർ എന്ന് പറയുന്നത്. അത് പറ്റുവാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങണം കേട്ടോ. അത് നോക്കിയിട്ടൊന്ന് വാങ്ങുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ചെറിയ പീസായിട്ട് മുറിക്കണം. എന്നിട്ട് ഇതേപോലെ മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് കുറച്ച് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അട വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ആ സെയിം സമയത്ത് തന്നെ നമുക്ക് ശർക്കര പാനിയാക്കുകയും വേണം. അപ്പം ശർക്കര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് അട എടുത്തുള്ളൂ. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 250-300 ഗ്രാം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അട. അപ്പം ശർക്കര അതിനനുസരിച്ച് കുറവ് മതി. അപ്പം ഒരു 2 കട്ട അല്ലെങ്കിൽ 3 കട്ടയുടെ ആവശ്യമേ സത്യം 3 കട്ട ഞാൻ ഇട്ടപ്പം നല്ലതായിട്ട് മധുരം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 2.5 കട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ശർക്കര പാനിയാക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ശർക്കര ചിരകിയിട്ട് അത് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ കത്തി വെച്ചിട്ട് നമ്മൾ ഈ ചീകിച്ചി കിട്ടത്തില്ലേ, ചീകിയിട്ടിട്ട് വേണം നമുക്ക് പാനി വെച്ചാൽ. പക്ഷേ ഏറ്റവും എളുപ്പം കട്ടയായിട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര പാനി കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഒരു അടുപ്പിൽ ശർക്കരപ്പാനിയും ചെയ്യാം. അപ്പോൾ അടുത്ത അടുപ്പിൽ നമുക്ക് അട വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഒരേ സമയത്ത് വെക്കുകയാണെങ്കിൽ തന്നെ രണ്ടും നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം അട വേവിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം ഇടയ്ക്കൊന്ന്. അതുപോലെ തന്നെ ശർക്കര പാനി ആകുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ പെട്ടെന്ന് അത് പാനിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ ഒരു സൈഡിൽ അടയും വേവിക്കാം, മറ്റേ സൈഡിൽ നമുക്ക് ശർക്കര പാനിയാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സമയം ലാഭിക്കാൻ വേണ്ടി നന്നായിട്ട് പറ്റും. അപ്പോൾ ശർക്കര അവിടെ വേവുന്ന സമയം കൊണ്ട്, അതായത് ശർക്കര പാനി ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ പ്രഥമൻ വയ്ക്കുമ്പോൾ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഒന്നുകൂടെ നമ്മൾ അപ്പം തന്നെ പിഴിഞ്ഞെടുക്കുന്ന ആ തേങ്ങാപ്പാലിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിക്സഡ് ജാറുണ്ടെങ്കിൽ തേങ്ങ ഇതേപോലെ, ഇതിപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ഇതുപോലെ തിരികിയ തേങ്ങ, അതുണ്ടായാലും മതി. ഞാനിപ്പോൾ തിരുമ്മിയെടുത്തതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങയാണിത്. കണ്ടില്ലേ. എന്നിട്ട് ഒരു ചെറിയ തുണി, അതായത് ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്നുകിൽ മറ്റേ ഈശ്വരൻ തുണി എന്നാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള തുണി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ല തോർത്തോ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നതാണിത്. അതുകൊണ്ട് തന്നെ ഇത് 1-ാം പാലാണ്. കണ്ടില്ല, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 1-ാം പാൽ. ഇതപ്പം നമുക്കോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം തന്നെ ബാക്കിയുണ്ടായിരുന്ന തേങ്ങ അതിനകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അത് നമ്മുടെ 2-ാം പാലാണ്. സത്യത്തിൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ അങ്ങനെയാണ് സാധാരണ എടുക്കാറുള്ളത്. ഇപ്പം നമുക്ക് 2 പാലിൻ്റെ ആവശ്യമുള്ളൂ. 1-ാം പാലും 2-ാം പാൽ. 2-ാം പാൽ എന്ന് പറയുമ്പോൾ കുറേ കൂടെ വെള്ളം നീട്ടി എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ ആ കുറുകിയ തേങ്ങാപ്പാലിനെ 1-ാം പാലാക്കി അതിനകത്തോട്ട് കുറേ കൂടെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് 2-ാം പാലാക്കി നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ എന്നിട്ട് അത് ഇതേപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അതിനെ നമുക്ക് 2-ാം പാലായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട്. ഇനി നമുക്കതും ഇതേപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമുക്ക് 1-ാം പാലും 2-ാം പാലും നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കും. ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരു അടുപ്പിൽ വേവുന്നുണ്ട്, ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ശർക്കരപ്പാനി ആവുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഒട്ടും തന്നെ സമയം ചിലവാണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള തുണി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് ആ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് 2 പാലും സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയും നന്നായിട്ട് പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ കൈ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം അത് നന്നായിട്ട് വെന്തോന്നുള്ളത്. ഒന്ന് എടുത്തിട്ട് നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അട വെന്തോ എന്നുള്ളത്. ഇപ്പം നന്നായിട്ട് അട വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്തു നമുക്ക് മനസ്സിലാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കരുത്. നിങ്ങൾ അപ്പം തന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പച്ചവെള്ളത്തിലോട്ട് മാറ്റണം. എന്നാലേ അട ശരിക്കും ആവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പായസം വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ആ പാത്രം ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ആ അടയുണ്ടല്ലോ, അട നമ്മൾ അരിച്ചെടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണിത്. എന്നാലേ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ചൂടത്തിരുന്ന് തന്നെ വീണ്ടും അങ്ങ് ഭയങ്കരമായിട്ട് വെന്തു പോകും. നിങ്ങൾ ഇതുപോലെ സ്റ്റെയിനകത്തിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തോരാൻ വേണ്ടി മാറ്റി വയ്ക്കും. കണ്ടോ, നമ്മുടെ പാത്രം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ അട അവിടെ വെള്ളമൊക്കെ വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈ നെയ്ക്കകത്തോടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നെയ്യിൽ നന്നായിട്ട് വരട്ടിയിട്ട് വേണം നമുക്ക് ഈ അടപ്പായസം ഉണ്ടാക്കാം, അതായത് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ അട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നെയ്യിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ള ഗാർണിഷ് ചെയ്യാനുള്ള കശുവണ്ടിയും അതുപോലെ മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള നെയ്ക്കകത്തോട്ട് നമ്മുടെ ഈ അട വഴറ്റിയെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ അട വറുത്തിട്ട് പിന്നെ വേറെ പത്തിലോട്ട് നിങ്ങൾ ഗാർണിഷിന് വേണ്ടി ചെയ്താലും മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒന്നുകൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടിത് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ വരട്ടിലാണ് നമ്മുടെ ശരിക്കും ഈ പ്രഥമൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ആ സമയത്ത് തീ ഒത്തിരി അങ്ങ് കൂട്ടി വയ്ക്കരുത്, സിമ്മിലായിരിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ട്, നെയ്യ് തീരുന്നതനുസരിച്ച് നിങ്ങൾ നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. അങ്ങനെ ഇത് ഇച്ചിരി പാടുള്ള പ്രോസസ്സാണ് കേട്ടോ. നല്ല ടൈം എടുക്കും. അതായത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ വേണം നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ഒരു 20 തൊട്ട് 30 മിനിറ്റെങ്കിലും എടുക്കും നന്നായിട്ട് വരണ്ട് വരാൻ വേണ്ടി. അതിന് ശേഷം നന്നായിട്ട് വരണ്ടതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി മുഴുവനും ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം മധുരം നമ്മൾ നോക്കിയിട്ട്, അതായത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയോടെ ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര മധുരമായി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പം നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട്, അതായത് 1/4 പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ആ വരട്ടിയെടുത്ത് നമ്മുടെ അട നന്നായിട്ട് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് വേണം വേവാൻ വേണ്ടി. അപ്പോൾ ഇനി കുറച്ചുകൂടെ നെയ്യ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് ആ ശർക്കരപ്പാനി കിടന്ന് നന്നായിട്ടത് കുറുകി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ശർക്കരപ്പാനി കിടന്ന് നമ്മുടെ അടയൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് കുറുകി കണ്ടില്ലേ, അടയിലത്തോട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ പരുവെന്ന് പറയുന്നത്. ശർക്കരയുടെ അടയുടെയും പരുവെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ശർക്കരപ്പാനി കുറുകി വന്നു. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി വെള്ളം നീട്ടി നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നല്ലേ, ആ പാല് നമുക്ക് ഈ സമയത്ത് വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് തീ ഒരു സ്ലോ ടു മീഡിയം, എന്നാൽ അങ്ങ് കൂടുതലാവുകയും ചെയ്യരുത്. അതിലിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 1ാം പാൽ ചേർത്തിട്ട് നമ്മൾ ഒരിക്കലും അധികം തിളപ്പിക്കരുത്, അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2ാം പാലും 3ാം, സാധാരണ ആദ്യം നമ്മൾ 3ാം പാൽ ഒഴിക്കും. അതിനുശേഷം നമ്മൾ സദ്യക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 3ാം പാൽ വേവിച്ചെടുക്കും, അതിനുശേഷം വീണ്ടും 2ാം പാൽ ഒഴിക്കും, ഏറ്റവും ലാസ്റ്റിലാണ് 1ാം പാൽ ഒഴിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് തന്നെ 2ാം പാലിൽ തന്നെ നമുക്ക് ഇട്ട് ഈ ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ ഈ അടയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെ ഇച്ചിരി നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണേ, എന്നാലേ അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ അടയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് അധികമൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ വെച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രഥമൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങളൊന്ന് മധുരം നോക്കുക. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം
കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ച ശർക്കര പാനിയിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നുകൂടി കുറുകി വന്നതിന് ശേഷം മാത്രമേ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നിങ്ങൾ തീ സിമ്മിലായിരിക്കണം, അധികം അങ്ങ് തിളയ്ക്കരുത്. പക്ഷേ നിങ്ങൾ അതായത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇളക്കാതിരിക്കരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈ നിർത്താണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് മധുരം ഒന്ന് നന്നായിട്ട് നോക്കുക. ഇനി മധുരം ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇത് തീ സിമ്മിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്, അതായത് ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഏലക്കാപ്പൊടി ഒരു 1 തൊട്ട് 2 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചുക്കുപൊടി വേണം, അതുപോലെ തന്നെ ജീരകപ്പൊടി വേണം. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഇത്രയാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം ചുക്കുപൊടിയാണ്, ഇത് വാങ്ങാൻ കിട്ടും. അത് നമ്മുടെ ഇഞ്ചിയുടെ പൊടി, ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിലെന്നുണ്ടെങ്കിൽ ഉണക്ക ഇഞ്ചി പൊടിച്ചെടുത്താലും മതി. അത് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്കിടാൻ ഉള്ളത് നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകം പൊടിയും നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ജീരകം പൊടിച്ചെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നുള്ളൂ. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതിപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇളക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെള്ളം അധികമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് 1 നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആകത്തുള്ളൂ. ഒരു നുള്ളിൻ്റെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഓൾറെഡി വേറൊരു പാത്രത്തിലോട്ട് തന്നെ നെയ്യ് ഒഴിച്ചിട്ട് കുറേയേറെ കശുവണ്ടിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് മസ്റ്റാണ് കേട്ടോ, അത് മറക്കരുത്. തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി. നമ്മൾ ആദ്യം ശർക്കര നമ്മുടെ അട ആണെങ്കിൽ നെയ്ക്കകത്തിട്ട് വറുത്തില്ലേ, അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സെയിം പാത്രത്തിൽ തന്നെ ഇതെല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതിന് ശേഷം അട ഇട്ട് നമുക്ക് വരട്ടിയെടുത്താൽ മതി. അതാവുമ്പോഴും എളുപ്പമാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ സമയം ഇടുമല്ലോ, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഞാനത് മാറ്റിയത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാൻ വേറെ പാത്രത്തിലിട്ട് ചെയ്തതിൻ്റെ. അപ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ട് എടുക്കണം കേട്ടോ, തേങ്ങാക്കൊത്തൊക്കെ, അപ്പോഴേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കുക. നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ഈ അടപ്രഥമന്. നമ്മൾ ഒരേ സമയത്ത് തന്നെയാണ് അടയും വേവിച്ചു, ശർക്കര പാനിയാക്കി, ആ സെയിം സമയത്ത് തന്നെ നമ്മൾ തേങ്ങാപ്പാലും ഉണ്ടാക്കി വെച്ചു. പിന്നെ ഈ അടയൊന്ന് വരട്ടി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതിനൊരു 20 തൊട്ട് 30 മിനിറ്റോളം എടുക്കാറുണ്ട്, നന്നായിട്ടൊന്ന് വരട്ടി വരാൻ വേണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഈസി പ്രോസസ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ട് പിന്നെ ശരിക്കും അത് വെന്ത് വരും. പിന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നമുക്കൊരു 1-1.5 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അടപ്രഥമനും കൂടെ നിങ്ങളുടെ ഇത്തവണത്തെ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും bye bye.